ക്രൈം നന്ദകുമാർ അറസ്റ്റിൽ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ കൂട്ടുനിൽക്കാൻ തന്നെ നിർബന്ധിച്ചെന്ന സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിയിലാണ് നടപടി. നന്ദകുമാറിന്റെ ഓഫീസിൽ സൈബർ സെൽ പരിശോധന നടത്തുകയാണ്. അതെ, ഞാൻ അവിടെ ഒരു 1.5 മാസം ആയതേ ഉള്ളൂ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ മന്ത്രി വീണ ജോർജിനെതിരെ ഒരു ന്യൂസ്, പുള്ളിക്കാരിയുടെ നഗ്ന വീഡിയോ പുള്ളിയുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസിന് വേണ്ടി വെച്ചിട്ട് എൻ്റെ അടുത്ത് വീഡിയോയ്ക്കും ഒരു ഫോട്ടോയ്ക്കും വേണ്ടി പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനും അയാളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നതും ഇതിനെതിരെ ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തതും. അപ്പോൾ അതിനുശേഷം പരാതി കൊടുക്കാനുള്ള മെയിൻ കാരണം അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞതിനും സഹപ്രവർത്തകരോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനും അയാൾ എന്നെ പല വിധത്തിൽ ഭീഷണിപ്പെടുത്തി. എനിക്ക് കൊച്ചിയിൽ ബ്രൗൺ ഷുഗറിൻ്റെ കച്ചവടം ഉണ്ടെന്നോ, ഞാൻ ലഹരികൾക്ക് അടിമയാണെന്നും, എനിക്ക് മാനസിക രോഗമുള്ള ആളാണ് ഞാനെന്ന് വരെ ഇയാൾ പറഞ്ഞു വരുത്തി. മുമ്പ് ഇത്തരത്തിൽ വീണ ജോർജിൻ്റെ ഈ അശ്ലീല വീഡിയോ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വാർത്ത ഇദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നു. ഇദ്ദേഹം സമീപിക്കാനുണ്ടായ കാരണം ഈ സാമ്യം ഉള്ളതുകൊണ്ടാണോ, മുഖച്ഛായയിൽ സാമ്യം ഉള്ളതുകൊണ്ടാണോ ഇത്തരത്തിൽ സമീപിക്കാൻ ശ്രമിച്ചത്? ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അയാൾക്ക് ആരെങ്കിലും വെച്ച് ഫോട്ടോ, അല്ലാതെ അവിടുത്തെ സ്റ്റാഫിനെ വെച്ച് ചെയ്യിപ്പിക്കാമായിരുന്നു. പക്ഷെ ഞാൻ ചെന്നപ്പോഴാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇന്ന പോലെ ഒരു ഫോട്ടോ എടുക്കണം, രൂപസാദൃശ്യമുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫേസ് ഒന്ന് ബ്ലർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞത്. അപ്പം തന്നെ മനസ്സിലായ കാര്യമാണ് ഇയാളുടെ കയ്യിൽ ഇങ്ങനെ ഒരു വീഡിയോയോ കാര്യങ്ങളോ ഇതോ ഒന്നുമില്ല. ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു സ്ത്രീയെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഇയാൾ കരുതി കൂട്ടി ചെയ്ത ന്യൂസാണെന്നുള്ളത് അപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട്. അതിന് കൂട്ട് നിൽക്കാത്തത് കൊണ്ട് എന്നെ ഏത് രീതിക്കൊക്കെയാണ് അയാൾ ഭീഷണിപ്പെടുത്തുന്നത്. ഇപ്പോഴും എൻ്റെ പേരിൽ കേസ് കൊടുക്കുമെന്നും, ഞാൻ ഡ്രഗ്സിന് അടിമയാണെന്നും, എനിക്ക് ഇവിടെ ബ്രൗൺ ഷുഗറിൻ്റെ കച്ചവടം ഉണ്ടെന്നും, എനിക്ക് മാനസിക അസുഖമുണ്ട് എന്ന് വരെ അയാൾ പറഞ്ഞു വരുത്തി. സനോജ് സുരേന്ദ്രൻ ചേർന്നു വിവരങ്ങളുമായി. സനോജ്, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം. ഈ ജീവനക്കാരുടെ പരാതിയുടെ പുറത്ത് ആണോ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്? എന്തെങ്കിലും കൂടുതൽ തെളിവുകളോടുകൂടി കൂടുതൽ വകുപ്പുകൾ എന്തെല്ലാമാണ് ചുമത്തിയിരിക്കുന്നത്? അപർണ, ഈ പെൺകുട്ടി ഈ 1.5 മാസക്കാലം ക്രൈം നന്ദകുമാറിന്റെ ഓൺലൈൻ ന്യൂസ്, അതായത് കലൂരിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ഈ പെൺകുട്ടിയോടൊപ്പം നിരവധി ആളുകൾ ജോലി ചെയ്തിരുന്നു. എന്നാൽ ഈ ക്രൈം നന്ദകുമാറിന്റെ മോശമായ പെരുമാറ്റത്തെ തുടർന്ന് പല ആളുകളും പല സമയങ്ങളിലായി രാജിവെച്ച് പോവുകയായിരുന്നു. ഇപ്പോൾ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഒരു വ്യാജ വാർത്ത ഏതാനും നാളുകൾ മുമ്പ് ക്രൈം നന്ദകുമാർ അദ്ദേഹത്തിന്റെ ഓൺലൈൻ സൈറ്റുകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിന്റെ തെളിവ് ഉണ്ടാക്കുന്നതിനായി ഈ പെൺകുട്ടിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജുമായി സാമ്യമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയോട് ആരോഗ്യമന്ത്രിയുടെ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ, നഗ്ന വീഡിയോ നിർമ്മിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്ന് ക്രൈം നന്ദകുമാറും ഈ ജീവനക്കാരിയും തമ്മിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കി. ഈ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയതിനെ തുടർന്ന് പെൺകുട്ടി പിന്നീട് ഈ ക്രൈം നന്ദകുമാറുമായി വഴക്കിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി പോവുകയായിരുന്നു. ഈ പുറത്തിറങ്ങി പോയതിനു ശേഷം കഴിഞ്ഞ മാസം 27-ാം തീയതി, അതായത് മെയ് മാസം 27-ാം തീയതി ഇത്തരത്തിൽ ക്രൈം നന്ദകുമാർ തന്നോട് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ വ്യാജ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കമ്മീഷണർക്ക് ഒരു പരാതി നൽകിയിരുന്നു. കമ്മീഷണർക്ക് പരാതി നൽകിയെങ്കിലും കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും ആ പരാതി പിന്നീട് എളമക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും പിന്നീട് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ പരാതി കൈമാറി. എന്നാൽ കാര്യമായ പുരോഗതി ഇല്ലാതെ വന്നതിനെ തുടർന്ന് ഈ പെൺകുട്ടി വീണ്ടും കേസിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നുവെന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈം നന്ദകുമാർ ഈ പെൺകുട്ടിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. ഈ കേസ് ഫയൽ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. അദ്ദേഹം കണ്ണൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിലുള്ള കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ പെൺകുട്ടി നമ്മളോട് പറഞ്ഞത്. ഇതിനെതിരെ ഇത്തരത്തിൽ പെൺകുട്ടി പരാതിയുമായി മുൻപോട്ട് പോകുന്നത് അറിഞ്ഞതിനെ തുടർന്ന് ഈ പെൺകുട്ടിയെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ക്രൈം നന്ദകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാത്രമല്ല, ഈ പെൺകുട്ടി പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ 3 ദിവസങ്ങൾ മുമ്പ് ക്രൈം നന്ദകുമാറിന്റെ ഓൺലൈൻ സൈറ്റിൽ അദ്ദേഹം ഈ പെൺകുട്ടിക്കെതിരെയും ഒരു വ്യാജ വാർത്ത നിർമ്മിച്ചു എന്ന് പെൺകുട്ടി പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് ഈ പെൺകുട്ടി കാക്കനാടുള്ള സൈബർ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പരാതി കൂടി നൽകുകയായിരുന്നു. ഈ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ
ക്രൈം നന്ദകുമാറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ വരും സമയങ്ങളിൽ തന്നെ റെയ്ഡ് നടക്കുകയാണ്. എന്തായാലും ഈ വിഷയം ഗൗരവമായി തന്നെയാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ പേരിൽ ഒരു അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ ഒരു ജീവനക്കാരിയെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് വളരെ ഗൗരവമായി.